Okay. So propagation delay is the time taken to propagate the effect of input to the output. Okay, and it is, or we can simply say the interval between the time interval between the output and input. Input apply the output time, that is propagation delay simply. And by equation we can say this TPLH plus TPHL divided by 2. That is TPLH means time taken to change the output from low level to high level, and TPHL means time taken to change the output from high to low. And average of these two times are taken as propagation delay. Okay. Now, നമ്മളിവിടെയാണ് സ്റ്റോപ്പ് ചെയ്തത്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് പറഞ്ഞത്. സോ അതിൽ റൈസ് ടൈം ഫോൾ ടൈം എന്നുള്ള ഒരു ടേം നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് പറയുന്നത് കപ്പാസിറ്റർ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടാവേണ്ടതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തായാലും. സോ ഇതിനകത്ത് റൈസ് ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഐഡിയലി വി ആർ അപ്ലൈങ് ദ പൾസസ്, റൈറ്റ്? ദറ്റ് ഈസ് 0, 1. സോ പൾസസ് ലൈക്ക് ദിസ് നമ്മൾ ഇതുപോലെയാണ് അസ്യൂം ചെയ്തത്. ദിസ് ഈസ് 1, 0, this will be 1. Okay, and for an inverter you will get output like this, that is corresponding to 0 output will be 1, and for an input 1 output will be 0, for input 0 output will be 1, like this. So this is the ideal condition, but practically ee pulse itrayum perfect aayirikkula. Okay, so it will take some time to rise from 0 to 1, similarly from 1 to 0. So ആ ഒരു റൈസ് ടൈം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ ഇൻപുട്ട് ലോ വാല്യൂ ടു ഹൈ വാല്യൂ റൈസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. എക്സാക്ട് ആയിട്ട് പറയുവാണെങ്കിൽ ഇറ്റ് ഇസ് ദ ടൈം ടേക്കൺ ടു ചേഞ്ച് ദ ഔട്ട്പുട്ട് ഫ്രം 10% ഓഫ് ഇനീഷ്യൽ വാല്യൂ ടു 90% ഓഫ് മാക്സിമം വാല്യൂ. ഇതിനകത്ത് കംപ്ലീറ്റ് കാണിച്ചേക്കുന്നത് എക്സാക്ട് ആയിട്ട് പറയുമ്പോൾ 90% ആകാൻ എടുക്കുന്ന ടൈമാണ് റൈസിംഗ് ടൈമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഡിജിറ്റലിന്റെ ആസ്പെക്റ്റില് അതിന് ഡെഫിനിഷൻ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഇത് മാത്രം ഒന്ന് ഓർക്കുക. ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് എന്ത് ചെയ്യില്ല, ഒരിക്കലും നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇതുപോലെ ചേഞ്ച് ചെയ്യുന്നില്ല. പ്രാക്ടിക്കലി ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു റൈസ് ദ വാല്യൂ ഫ്രം ലോജിക് ലോ ടു ഹൈ. ഓക്കെ, സോ ദാറ്റ് ടൈം ലോ ടു ഹൈ റൈസ് ചെയ്യാനുള്ള ടൈമാണ് റൈസിംഗ് ടൈം എന്ന് പറയുന്നത്. സിമിലർലി ഹൈ ടു ലോ ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം, ദാറ്റ് ഈസ് ദ ഫോളിംഗ് ടൈം. സോ ഔട്ട്പുട്ടിന് മാത്രമല്ല ഇൻപുട്ടിന്റെ കേസിലും ഇതുണ്ടാവും. പൾസ് ഒരിക്കലും ഇതേപോലെ നമ്മൾ വരക്കുന്ന പോലെ എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കൂല. ഓക്കെ, സോ ഔട്ട്പുട്ടിനും ഇതേപോലെ എന്തുണ്ടാവും, ദർ വിൽ ബി സം റൈസ് ടൈം ആൻഡ് ഫോൾ ടൈം. ഓക്കെ, സോ പ്രൊപ്പഗേഷൻ ഡിലേയിൽ നമ്മൾ ഈ TPHL ഉം TPLH ഉം അല്ലെ, അത് രണ്ടോ കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഹൈ ടു ലോ ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം, ലോ ടു ഹൈ ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം. സോ അത് എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് സി ഹിയർ ഇൻപുട്ട് ഇവിടെ കണ്ടോ, ഒരു നമ്മുടെ ലോജിക് 0 ലെവൽ ഇതാണ്, ലോജിക് 1 ലെവൽ ഇതാണ്. സോ അതിന്റെ ഒരു 50% വാല്യൂ. ഓക്കെ, സോ ഇൻപുട്ട് ആ ഒരു എന്തായാലും ഇൻപുട്ടും റൈസ് ചെയ്യാൻ ടൈം എടുക്കും. കറസ്പോണ്ടിംഗ്ലി ഇൻവെർട്ടർ ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് ഫോളോ ചെയ്യാൻ ടൈം എടുക്കും. സോ ഇൻപുട്ടിന്റെ വാല്യൂ ഒരു 50% എടുക്കുന്നത് തൊട്ടിട്ട് ഔട്ട്പുട്ടിന്റെ വാല്യൂ അതുപോലെ റൈസ് ടു ഫോൾ അല്ലെങ്കിൽ ആ ഹൈ ടു ലോ ആവുന്ന കേസിലും 50%. ആ രണ്ട് പോയിന്റിന്റെ ഇടയ്ക്കുള്ള ഡിഫറൻസ് ആണ് ആക്ച്വലി എന്തായിട്ട് എടുക്കുന്നത്, TPHL എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ദാറ്റ് ഈസ് TPHL means time taken by the output to change from high level to low level. Okay, high level to low level change എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് ഈ ഒരു പോയിന്റ് ടു ഈ ഒരു പോയിന്റ് വരെയാണ്. അപ്പൊ എക്സാക്ട്ലി അതുപോലെയല്ല എടുക്കുന്നത്. എന്താണ് കാരണം ഇൻപുട്ടും നമ്മൾ ഈ പറയുന്ന പോലെ പെർഫെക്റ്റ് അല്ല. സോ എടുക്കുന്നത് ഇൻപുട്ട് ഈ ഒരു 50%, ദാറ്റ് ഈസ് ഇൻപുട്ട് 0 to 1 ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നത് 1 to 0 ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻപുട്ട് 50% ഓഫ് മാക്സിമം വാല്യൂ എടുക്കുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് ഔട്ട്പുട്ട് 50% ഓഫ് ദിസ് വാല്യൂ, ദാറ്റ് ഈസ് 1 to 0 ട്രാൻസിഷന്റെ ഏകദേശം മിഡിൽ. അതായത് ഇൻപുട്ടും ആ ട്രാൻസിഷന്റെ മിഡിലാണ്, ഔട്ട്പുട്ടും ആ ട്രാൻസിഷന്റെ മിഡിലാണ്. അതിന്റെ ഇടയിലുള്ള ടൈമാണ് TPHL ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ ലോ ടു ഹൈ ആവാനും നമ്മൾ ഇൻപുട്ട് ഈ ഹൈ ടു ലോ ആവുന്നതിന്റെ 50% വാല്യൂ, അതുപോലെ ഔട്ട്പുട്ട് ലോ ടു ഹൈ ആവുന്നതിന്റെ 50%. ആ 50% എടുക്കുന്നതിന്റെ പോയിന്റിലുള്ള ടൈം ഡിഫറൻസ് ആണ് ആക്ച്വലി നമ്മൾ ടൈം ടു ചേഞ്ച് ദ ഔട്ട്പുട്ട് ഫ്രം ഹൈ ടു ലോയും ലോ ടു ഹൈയും എടുക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഒരു ടൈമിന്റെ ആവറേജ് നിങ്ങൾ ഈ സെക്കൻഡ് ഫിഗർ വരച്ചാൽ മതി കേട്ടോ. ഈ സെക്കൻഡ് ഫിഗർ വരക്കുക, അതിൽ TPLH ഉം TPHL ഉം മാർക്ക് ചെയ്യാം.
That is showing the propagation delay of an inverter. So simply propagation delay എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു certain ടൈം എടുക്കും. That time interval is called propagation delay. Clear ആണോ? Clear ആണോ? So propagation delay എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സ്മോൾ വാല്യൂസ് ആണ്. Propagation delay സ്മോൾ ആവാന്ന് വെച്ചാൽ our circuit speed will be increased. Okay? അല്ലേ? Then next characteristics, fan out. Okay, fan out, otherwise called as loading factor of a logic gate, is defined as the maximum number of standard load that the output of the gate can drive without impairing its normal operation. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് നിങ്ങൾ വേറെ ഗേറ്റിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ, നിങ്ങളിപ്പം പല സർക്യൂട്ട്സും ചെയ്തു, അതിൽ ഗേറ്റിന്റെ ഇന്റർ കണക്ഷൻസിൽ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വേറെ അതർ ഗേറ്റ്സിന്റെ ഇൻപുട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതിന്റെ നോർമൽ ഓപ്പറേഷൻ മീൻസ് നിങ്ങളുടെ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ആ ഗേറ്റിന്റെ നോർമൽ ഓപ്പറേഷൻ ഒന്നും ചേഞ്ച് ചെയ്യാതെ അതിന് എത്ര സ്റ്റാൻഡേർഡ് ലോഡ്സ് ഡ്രൈവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗേറ്റ്സ് നിങ്ങൾക്ക് അതിന്റെ ഔട്ട്പുട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒരു ഔട്ട്പുട്ട് തന്നെ നിങ്ങൾ എടുത്തിട്ട് കുറെ ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുത്താൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, സോ അത്ര നമ്പർ ഓഫ് ഔട്ട്പുട്ടിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അതാണ് ഫാൻ ഔട്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ സ്റ്റാൻഡേർഡ് ലോഡ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് കറണ്ട് നീഡഡ് ബൈ ആൻ ഇൻപുട്ട് ഓഫ് അനദർ ഗേറ്റ് ഓഫ് സെയിം ഫാമിലി. എന്ന് വെച്ചാൽ നമ്മൾ സെയിം ലോജിക് ഫാമിലിയിലുള്ള വേറൊരു ഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഇൻപുട്ടിൽ, ഞാനിപ്പോ ഒരു ലോജിക് 1 ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് എടുത്ത് വേറൊരു ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ലോജിക് 1 അതിന്റെ ഇൻപുട്ടിലേക്ക് അപ്ലൈ ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആ ഡ്രോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, സോ സ്റ്റാൻഡേർഡ് ലോഡ് ഇസ് ദ എമൗണ്ട് ഓഫ് കറണ്ട് നീഡഡ് ബൈ ആൻ ഇൻപുട്ട് ഓഫ് അനദർ ഗേറ്റ് ഓഫ് സെയിം ഫാമിലി. അപ്പൊ സെയിം ഫാമിലിയിലെ വേറൊരു ഗേറ്റിന്റെ ഇൻപുട്ടിൽ അതിന് വേണ്ട എമൗണ്ട് ഓഫ് കറണ്ടിനെയാണ് സ്റ്റാൻഡേർഡ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ് ലോഡ്സ് that the output of a gate can drive without impairing its normal operation. എന്ന് വെച്ചാൽ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് വേറെ എത്ര ഗേറ്റ്സിന്റെ ഇൻപുട്സ് കണക്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഫാൻ ഔട്ട്. ആൻഡ് ദിസ് ഫാൻ ഔട്ട് വാല്യൂ വിൽ ചേഞ്ച് ഫോർ ലോജിക് 1 and logic 0 value. That is, we can have high state fan out and low state fan out. High state fan out means fan out of the gate when its output is logic 1. അതായത് ഔട്ട്പുട്ട് ലോജിക് 1 ആണെങ്കിൽ അതിന് എത്രമാത്രം ലോഡ് ഡ്രൈവ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഇനി ഔട്ട്പുട്ട് 0 ആണെങ്കിൽ എത്ര ലോഡ് കണക്ട് ചെയ്യാം. ദാറ്റ് ആർ ഹൈ സ്റ്റേറ്റ് ഫാൻ ഔട്ട് ആൻഡ് ലോ സ്റ്റേറ്റ് ഫാൻ ഔട്ട്. സോ രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. ഓൾവേസ് നമ്മൾ ഇതിൽ മിനിമം വാല്യൂ ആണ് ഫാൻ ഔട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അതുപോലെ പഠിക്കണേ, തിയറി അങ്ങനെ തന്നെ ചോദിക്കുന്നതാണ്. Maximum number of standard load that the output of a gate can drive without impairing its normal operation. And there can be high state fan out or low state fan out. That is, output logic 1 ആണെങ്കിൽ ആ ടൈം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് ഗേറ്റ്സ്, അല്ലെങ്കിൽ ആ ലോജിക് 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാൻ ഔട്ട് ആണ് ഹൈ സ്റ്റേറ്റ് ഫാൻ ഔട്ട്. ലോജിക് 0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫാൻ ഔട്ട് ലോ സ്റ്റേറ്റ് ഫാൻ ഔട്ട്. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടില്ലേ? ദാറ്റ് ഈസ് അതിൽ ഫസ്റ്റ് കേസിൽ ഹൈ സ്റ്റേറ്റ് ഫാൻ ഔട്ട് ആണ് കാണിക്കുന്നത് ഫസ്റ്റ് ഫിഗറിൽ. ദാറ്റ് ഈസ് യു ഹാവ് NAND ഗേറ്റ് കോൺഫിഗറേഷൻസ്. സോ ഫസ്റ്റ് സ്റ്റേജിൽ ദിസ് ഈസ് അവർ NAND ഗേറ്റ് ആൻഡ് ഔട്ട്പുട്ട് വാല്യൂ ഇസ് ഹൈ ഹിയർ ആൻഡ് ദർ വിൽ ബി എ പെർട്ടിക്കുലർ കറണ്ട് IOH value flowing through the output, and this number of gates or number of standard loads that can be connected to this terminal is called fan out. So high state fan out is calculated as IOH maximum divided by IIH. IOH maximum means maximum current that the driver gate can source
when it is a logic 1 state. That is, ഇവിടെ നമ്മൾ ലോജിക് 1 സ്റ്റേറ്റ് അല്ലെങ്കിൽ ഹൈ വാല്യൂ ആണ് അസ്യൂം ചെയ്തേക്കുന്നത്. സോ ഈ സ്റ്റേറ്റിൽ മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കറണ്ട് ദാറ്റ് ഈസ് IOH മാക്സ്. ഇനി ഈ IIH എന്ന് പറഞ്ഞാൽ ആക്ച്വലി കറണ്ട് ഡ്രോൺ ഫ്രം ഈച്ച് ഡ്രിവൺ ഗേറ്റ് ബൈ ദ ഡ്രൈവർ ഗേറ്റ്, അല്ലെങ്കിൽ കറണ്ട് ഡ്രോൺ ബൈ ദിസ് ഗേറ്റ്, അതായത് നമ്മുടെ ഈ ഗേറ്റിന്റെ അകത്തുനിന്ന് ഇത് ഡ്രോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ, അപ്പോ ആക്ച്വലി എന്താണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ള കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് റിക്വയർഡ് ഫോർ എ സ്റ്റാൻഡേർഡ് ലോഡ്, അതായത് ഒരു സിംഗിൾ ഗേറ്റിന്റെ റിക്വയർമെന്റ്, അതായിരിക്കും ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്പർ ആണ്, എത്ര നമ്പർ ഓഫ് ഗേറ്റ്സ് കണക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഒരു 10 മില്ലി ആംപിയേഴ്സ് കറണ്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇവിടെ 10 മില്ലി ആംപിയേഴ്സ് കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വയർഡ് ആയിട്ടുള്ളത് ഒരു 2 മില്ലി ആംപിയർ കറണ്ട് ആണെന്നിരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 മില്ലി ആംപിയർ കറണ്ട് റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ഗേറ്റ്സ് കണക്ട് ചെയ്യാലോ. ആ 10/2 ചെയ്ത 5 കിട്ടൂലേ? അത്രേ ഉദ്ദേശിക്കുന്നു. ഓക്കെ, സോ high state fan out means fan out of the gate when its output is at logic 1 state, and that is given by IOH maximum divided by IIH. And IOH maximum is the maximum current that the driver gate can source when it is in logic 1 state. That is, our first NAND gate in provide ചെയ്യാൻ പറ്റുന്ന current when it is its output is at logic 1. And IIH എന്ന് പറഞ്ഞാൽ current drawn by the driven gate. Okay, so നമ്മൾ ഔട്ട്പുട്ട് ഇൻപുട്ട് എതിരാണ് കൊടുക്കുന്നത്, ആ ഗേറ്റ് ഡ്രോ ചെയ്യുന്ന കറണ്ട് ആണ് IIH. So high state fan out is IOH maximum divided by IIH. Similarly, low state fan out means the number of standard loads that can be connected to the output of a gate when its output is at logic 0 level. That is, at that time actually കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. 0 ആണെങ്കിൽ കറണ്ട് സിങ്ക് ചെയ്യുക, ഹൈ ആണെങ്കിൽ കറണ്ട് സോഴ്സ് ചെയ്യുക. അതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ IOL. So IOL, low state fan out, is given by IOL maximum divided by IIL. Okay, so IOL maximum is the maximum current that driver gate can sink when its output is at logic 0. അത് ഹൈ ആണെങ്കിൽ കറണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന കറണ്ട് സോഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ലോ ആണെങ്കിൽ ഇറ്റ് വിൽ ബി എ പോയിന്റ് ഓഫ് കറണ്ട് സിങ്ക്. അതാണ് ആ ടേമിനും ഡിഫറൻസ് വരുന്നത്, കറണ്ടിന്റെ ഡയറക്ഷനും റിവേഴ്സ് ചെയ്തിട്ട് വരുന്നതെന്ന് നോക്കുക. ഓക്കെ, ലോ സ്റ്റേറ്റിലാണെങ്കിൽ IOL maximum divided by IIL. ഓക്കെ, സോ എമംഗ് ദിസ് ലോ വാല്യൂ ഇസ്, നമ്മുടെ ഇതിൽ ലോ സ്റ്റേറ്റും ഹൈ സ്റ്റേറ്റും ചെറിയ ഡിഫറൻസ് ഉണ്ടാവാം. അതിൽ മിനിമം വാല്യൂ അല്ലെങ്കിൽ ലോ വാല്യൂ ആണ് ആ ഒരു ഗേറ്റിന്റെ ഫാൻ ഔട്ട് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. The smaller of the two numbers, that is high state fan out and low state fan out, smaller of the two numbers is taken as the actual fan out. Clear ആണോ ഫാൻ ഔട്ടിന്റെ കൺസെപ്റ്റ്? ഫാൻ ഔട്ട് എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, ഒരു ഗേറ്റിന് എത്ര ലോഡ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്ക് എത്ര ഗേറ്റ്സ് കണക്ട് ചെയ്യാൻ പറ്റും, ആ നമ്പറിനെയാണ് ഫാൻ ഔട്ട് എന്ന് പറയുന്നത്, ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. ഓക്കെ, അത് ലോ സ്റ്റേറ്റിലും ഹൈ സ്റ്റേറ്റിലും വാരി ചെയ്യും. ദെൻ ആ രണ്ട് സ്റ്റേറ്റിലുള്ള ഫാൻ ഔട്ടിൽ മിനിമം വാല്യൂ ആണ് നമ്മൾ ആ ഗേറ്റിന്റെ ഫാൻ ഔട്ട് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണോ ഫാൻ ഔട്ട്? Okay, similarly we can define fan in also. So അതിന്റെ നേരെ തിരിച്ച് fan in of a logic gate is defined as the number of inputs that the gate is designed to handle. അതായത് ഒരു നമ്പർ ഓഫ് ഇൻപുട്സ്, ഒരു ഗേറ്റിന് എത്ര ഇൻപുട്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഫാനിങ്. ഓക്കെ, സോ ഫാനിങ് ഈസ് ദ നമ്പർ ഓഫ് ഇൻപുട്ട് ദാറ്റ് ദ ഗേറ്റ് ഈസ് ഡിസൈൻഡ് ടു ഹാൻഡിൽ. അതിന് എത്ര ഇൻപുട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ലോജിക് ഗേറ്റ്സ് വിത്ത് ലാർജ് ഫാനിങ് ടെൻഡ് ടു ബി സ്ലോവർ ദാൻ വിത്ത് എ സ്മോളർ ഫാനിങ്. അതായത് ഒരുപാട് ഇൻപുട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പ്രൊപ്പഗേഷൻ ഡിലേ വിൽ ബി മോർ. സ്മോളർ ഫാനിങ്, നമ്പർ ഓഫ് ഇൻപുട്സ് കുറവാണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് വിൽ ബി give high speed operation. Okay, fanning.
ഓക്കെ. സോ ഫാൻ ഇനും ഫാൻ ഔട്ടും ഓർക്കുക. നമ്പർ ഓഫ് ഇൻപുട്സ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നമ്പർ ഓഫ് ഔട്ട്പുട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഡെഫിനിഷൻ നോട്ട് ചെയ്യുന്നില്ലേ? നെക്സ്റ്റ് ഇസ് an important parameter, noise margin. Okay. What is noise? നോയ്സ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ടോ? അൺവാണ്ടഡ് സൗണ്ട് ആവണമെന്നില്ല, അൺവാണ്ടഡ് സിഗ്നൽസ്. ഓക്കെ, സൗണ്ട് എന്ന് മാത്രം പറയാൻ പറ്റില്ല, എനി ഫോം ഓഫ് സിഗ്നൽസ്. ഓക്കെ, സൗണ്ട് ഫോം തന്നെ ആവണമെന്നില്ല. എനി അൺവാണ്ടഡ് സിഗ്നൽ ഇൻ എ സർക്യൂട്ട് we can say it as a noise. ഓക്കെ, അപ്പൊ അൺവാണ്ടഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മൾ ഒരു സർക്യൂട്ടിൽ ഇപ്പൊ നിങ്ങൾ ഒരു പിന്നെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നു, വേറെ എന്തെങ്കിലും ഒരു ഡിവൈസ്, ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുന്നു. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിന് അത് വേണ്ട സിഗ്നൽ ആയിരിക്കും, പക്ഷെ തൊട്ടടുത്ത് ഇലക്ട്രോണിക് സിഗ്നൽസിന് അത് എന്തായിരിക്കും? ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എനി അൺവാണ്ടഡ് സിഗ്നൽസ് can be termed as noise. Okay, and noise can be AC noise or DC noise. DC noise എന്ന് പറഞ്ഞാൽ ഒരു അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഷിഫ്റ്റ് ആയിരിക്കും. Okay, and we can say the unwanted spurious signals are called noise. എല്ലാ സർക്യൂട്ടിലും നോയ്സിന്റെ എഫക്റ്റ് ഉണ്ടാവും. So the noise immunity of a logic circuit refers to the circuit's ability to tolerate noise voltage at its input. അതായത് ഒരു നോയ്സി അറ്റ്മോസ്ഫിയറിൽ, അതായത് അൺവാണ്ടഡ് സിഗ്നൽസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടെ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു. ഓക്കെ, ബിക്കോസ് നമുക്ക് കംപ്ലീറ്റ് നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടാവില്ല. നോയ്സ് ഫ്രീ എന്ന് പറഞ്ഞത് മീൻസ് നമുക്ക് നോയ്സ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു പെർട്ടിക്കുലർ നമ്മൾ ഒരു വലിയൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ ഒരു പാർട്ട് ഓഫ് ദ സർക്യൂട്ടിന് ആവശ്യമുള്ള സിഗ്നൽ ചിലപ്പോൾ അതർ പാർട്ടിന് അൺവാണ്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ അത് നോയ്സ് ആയിരിക്കും, പക്ഷെ തൊട്ടടുത്ത പാർട്ടിന് അത് വേണ്ടി വരും. അപ്പൊ കംപ്ലീറ്റ് നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇൻ പ്രസൻസ് ഓഫ് നോയ്സ് ഹൗ അവർ സർക്യൂട്ട് റെസ്പോൺസ് ഓർ വാട്ട് ഈസ് ദ എബിലിറ്റി ഓഫ് അവർ സർക്യൂട്ട് ടു withstand the noise or tolerate the noise. Okay, so that capacity is called noise immunity. Noise immunity of a logic circuit refers to the circuit's ability to tolerate noise voltages at its input. So ഇൻപുട്ടിൽ വരുന്ന നോയ്സ് വോൾട്ടേജിനെ ടോളറേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് വെച്ചാൽ ആ നോയ്സിന്റെ പ്രസൻസിലും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ, അങ്ങനെ പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഏബിൾ, അല്ലെങ്കിൽ ഇറ്റ് ഹാവ് ഹൈ നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാം. ഓക്കെ, എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ഓഫ് നോയ്സ് ഇമ്മ്യൂണിറ്റി ഈസ് കോൾഡ് നോയ്സ് മാർജിൻ. സോ ആ നോയ്സ് ഇമ്മ്യൂണിറ്റിന്റെ മെഷർ ആണ് നോയ്സ് മാർജിൻ, ആൻഡ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ വോൾട്ട്. അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. Okay, so we can define noise margin as the maximum noise signal that can be added to the input signal of a digital circuit without causing an undesirable change in the circuit output. That is, നമ്മുടെ നോയ്സ് വോൾട്ടേജ് നമ്മൾ കൊണ്ടുപോയിട്ട് ഇന്റൻഷനലി ആഡ് ചെയ്യുന്നതല്ല, ബട്ട് ഇൻപുട്ട് സിഗ്നലിന്റെ കൂടെ ഏത് വോൾട്ടേജ് ലെവൽ വരെ നോയ്സ് വന്നാലും ഔട്ട്പുട്ടിനെ അത് എഫക്ട് ചെയ്യാതിരിക്കും. ആ ലെവൽ ഓഫ് വോൾട്ടേജിനെയാണ് ആക്ച്വലി നോയ്സ് മാർജിൻ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് നോയ്സ് എന്ന് പറഞ്ഞാൽ അൺവാണ്ടഡ് സിഗ്നൽസ് ആണെന്ന് അറിയാം. സോ ആ നോയ്സിനെ പ്രിവെന്റ് ചെയ്യാൻ, ടോളറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നോയ്സിന്റെ പ്രസൻസിലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സർക്യൂട്ടിന്റെ എബിലിറ്റി ഈസ് കോൾഡ് നോയ്സ് ഇമ്മ്യൂണിറ്റി. ആൻഡ് ആ നോയ്സ് ഇമ്മ്യൂണിറ്റിന്റെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർ, നോയ്സ് ഇമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെഷർ ആണ് നോയ്സ് മാർജിൻ. ആൻഡ് അത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് വോൾട്ട് ആണ്. ഇനി നോയ്സ് ഇമ്മ്യൂണിറ്റി 1 വോൾട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1 വോൾട്ട് ഒന്നും ഉണ്ടാവില്ല, മില്ലി വോൾട്ട് റേഞ്ചിലായിരിക്കും. ഓക്കെ, സോ ഒരു 1 മില്ലി വോൾട്ട് ആണ് നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് നമ്മുടെ നോർമൽ സിഗ്നൽ വോൾട്ടേജിന്റെ കൂടെ ഒരു നോയ്സിന്റെ എഫക്ട്, വരുന്ന നോയ്സിന്റെ എഫക്ട്, ഒരു നോയ്സിന്റെ ആംപ്ലിറ്റ്യൂഡ് 1 മില്ലി വോൾട്ട് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യില്ല, നോയ്സ് മാർജിൻ 1 മില്ലി വോൾട്ട് ആണ്. അപ്പൊ ഈ ഒരു 0.5 മില്ലി വോൾട്ട് അല്ലെങ്കിൽ ആ 1 മില്ലി വോൾട്ട് വരെയുള്ള നോയ്സ് ഇൻപുട്ടിൽ വന്നാലും that will not affect our output, അല്ലെങ്കിൽ അതിനെ കൊണ്ട് ഔട്ട്പുട്ടിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ നോർമൽ ഓപ്പറേഷന് അത് എഫക്ട് ചെയ്യുന്നില്ല. അതിനെയാണ്, ആ വാല്യൂനെയാണ് എന്ത് പറയുന്നത്, നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് പഠിക്കുക. നോയ്സ് മാർജിൻ ഇസ് ദ മാക്സിമം നോയ്സ് സിഗ്നൽ
that can be added to the input signal. ഈ added to എന്ന് പറയുമ്പോൾ intentionally add ചെയ്യുന്നതല്ലേ, അതൊന്ന് ഓർക്കണം. മീൻസ് എന്തെങ്കിലും കോസോ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ നോയ്സ് വന്നു. സോ ആ മാക്സിമം സിഗ്നൽ that can be added without causing an undesirable change in the circuit output. സർക്യൂട്ടിന്റെ നോർമൽ ഓപ്പറേഷന് എഫക്ട് ചെയ്യാതെ എത്ര നോയ്സ് അതിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇൻപുട്ടിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ വരെ നോയ്സ് ഉണ്ടായാലും സർക്യൂട്ട് ക്യാൻ ടോളറേറ്റ് ദാറ്റ്. That level of voltage is called noise margin. So noise margin is a measure of noise immunity. Clear? Definition clear ആണോ? Okay. Now the equation for noise margin, that is here also we have high state noise margin and low state noise margin. That is നമുക്ക് ലോജിക് 1 ആണ് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ നോയ്സ് വോൾട്ടേജ് വരുന്നതെങ്കിൽ ഹൈ സ്റ്റേറ്റ് നോയ്സ് മാർജിനും ലോജിക് 0ന് കറസ്പോണ്ടിങ് ആയിട്ടാണെങ്കിൽ ലോ സ്റ്റേറ്റ് നോയ്സ് മാർജിനും ഉണ്ട്. ഓക്കെ, ഇനി ആ നോയ്സ് മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നിങ്ങളൊന്ന് നോക്കുക. ദാറ്റ് ഈസ് VNH. VNH എന്ന് പറഞ്ഞാൽ നോയ്സ് വോൾട്ടേജ്, ഹൈ സ്റ്റേറ്റ് നോയ്സ് മാർജിൻ ആണ്. ഹൈ സ്റ്റേറ്റ് നോയ്സ് മാർജിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോയ്സ് വോൾട്ടേജ് ആണ് VNH എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഗിവൺ ബൈ VOH മിനിമം മൈനസ് VIH മിനിമം. ഈ VOH മിനിമം VIH മിനിമം എന്തായിരുന്നു? VOH മിനിമം VIH മിനിമം എന്താ? ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഏത്? VOH മിനിമം ഹൈ ലെവൽ ഔട്ട്പുട്ട് വോൾട്ടേജ് VOH അല്ലെ. VIH ആണെങ്കിൽ ഹൈ ലെവൽ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പോ നമ്മൾ ഇന്നലെ വോൾട്ടേജ് ലെവൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ഒരു മിനിമം വാല്യൂ ടു മാക്സിമം സപ്ലൈ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ മിനിമം വാല്യൂ ഔട്ട്പുട്ടിലാണെങ്കിൽ VOH എന്നും ഇൻപുട്ടിലാണെങ്കിൽ VIH എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇന്നലെ പറയുമ്പോൾ തന്നെ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് രണ്ടും സെയിം ലെവൽ അല്ല അല്ലെ. നമ്മൾ ഡയഗ്രം വരക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദാറ്റ് ഈസ് നോട്ട് സെയിം ലെവൽ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻപുട്ടിലുള്ള മിനിമം വാല്യൂവും ഔട്ട്പുട്ടിലുള്ള മിനിമം വാല്യൂ ഇത് എന്തല്ല, ഈക്വൽ അല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻപുട്ടിൽ കുറച്ചും കൂടെ റേഞ്ച് ഉണ്ട് ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഔട്ട്പുട്ടിൽ കുറവാണ്. ഓക്കെ, ആക്ച്വലി ഇതാണ് നോയ്സ് മാർജിൻ. ഇതിന്റെ ഡിഫറൻസിനെയാണ് നോയ്സ് മാർജിൻ എന്ന് കണ്ടോ, VNH. ഈ ഡിഫറൻസിനെയാണ് നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇൻപുട്ട് ഹൈ ലെവൽ വോൾട്ടേജ് മിനിമം വാല്യൂ, ഔട്ട്പുട്ട് ഹൈ ലെവൽ വോൾട്ടേജ് മിനിമം വാല്യൂ. ദാറ്റ് ഡിഫറൻസ് ഈസ് കോൾഡ് ഹൈ ലെവൽ നോയ്സ് മാർജിൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻപുട്ടിൽ അത്രയും കൂടെ വോൾട്ടേജ് വന്നാലും ഔട്ട്പുട്ടിൽ എന്തായിട്ട് കൺസിഡർ ചെയ്യും, അത് ലോജിക് 1 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അതിനാണ് നമ്മൾ ആക്ച്വലി അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ആ ഒരു ഡിഫറൻസ് നിങ്ങൾ ഈ റേഞ്ച് കണ്ടോ, അൺയൂസ്ഡ് റേഞ്ച് ഇൻപുട്ടിനെക്കാട്ടിയും കൂടുതലാണ് ഔട്ട്പുട്ടിന്. അപ്പൊ ഇൻപുട്ടിൽ ഇത്രയും കൊടുക്കുന്നത് നമ്മുടെ ആ വാല്യൂനെക്കാട്ടിയും കുറച്ച് നോയ്സിന്റെ എഫക്റ്റും കൂടെ വന്നാലും എന്താണ്, അത് ഔട്ട്പുട്ടിൽ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസിന് ഈ ഇൻപുട്ടിന്റെ ഹൈ ലെവൽ വാല്യൂ നിങ്ങൾ ഈ ഡയഗ്രം തന്നെ വരച്ചാൽ മതി കേട്ടോ. ഞാൻ അവിടെയുള്ള ഡയഗ്രം വേണ്ട, ഈ ഡയഗ്രം വരച്ചോ. ഈ ഫസ്റ്റിലത്തെ ഡയഗ്രം തന്നെ ഇവിടെയും കാണിച്ചാൽ മതി. അതിൽ VNH ഉം VNL ഉം മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഡിഫറൻസ് ഹൈ ലെവൽ നോയ്സ് മാർജിൻ എന്ന് പറഞ്ഞാൽ VOH മിനിമം മൈനസ് VIH മിനിമം. ഓക്കെ, അതായത് ഈ ഡിഫറൻസ് ആണ് VOH മിനിമം മൈനസ് VIH മിനിമം. ദിസ് ഡിഫറൻസ് ഈസ് കോൾഡ് ഹൈ ലെവൽ നോയ്സ് മാർജിൻ. ഓക്കെ, സിമിലർലി ലോ ലെവൽ നോയ്സ് മാർജിൻ എന്തായിരിക്കും? ദിസ് ഡിഫറൻസ്, ദാറ്റ് ഈസ് മാക്സിമം വാല്യൂ ഓഫ് ലോജിക് 0, അതിലുള്ള ഡിഫറൻസ്. അപ്പൊ അതെങ്കിൽ എന്താ പറയും, ദിസ് VIL മാക്സ് മൈനസ് VOL മാക്സ്. റൈറ്റ്, സോ ലോ ലെവൽ നോയ്സ് മാർജിൻ is defined as VIL max minus VOL max. മാറിപ്പോകരുത്. അത് നിങ്ങൾ ആ ഡയഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വോൾട്ടേജ് ലെവലിന്റെ ഡയഗ്രാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് എഴുതേണ്ടത് മനസ്സിലാവും, ഏതാണ് ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്
that minus a low value. Okay, so high level, high state noise margin is VOH minimum minus VIH minimum, and low state noise margin is VIL maximum minus VOL maximum. ക്ലിയർ ആണോ നോയ്സ് മാർജിന്റെ കൺസെപ്റ്റ്? നോയ്സ് മാർജിൻ എന്താണ്? നോയ്സ് ഇമ്മ്യൂണിറ്റിന്റെ മെഷറാണ് നോയ്സ് മാർജിൻ എന്ന് പറയുന്നത്. നോയ്സ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ സർക്യൂട്ട്സ് എബിലിറ്റി ടു ടോളറേറ്റ് നോയ്സ്, മീൻസ് നോയ്സിന്റെ പ്രസൻസിലും പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടിന്റെ എബിലിറ്റി ആണ് നോയ്സ് immunity എന്ന് പറയുന്നത്. And we are measuring it in volt, that is using a quantitative measure noise margin, and we have high state noise margin and low state noise margin that are given by high state noise margin is equal to VOH minimum minus VIH minimum, and low state noise margin VIL maximum minus VOL max. Clear on noise margin? ഈ ടേംസ് ഒക്കെ ചോദിക്കുക ഡെഫിനിഷൻസ് എക്സാമിന് ഒരുവിധ എല്ലാ ടേംസും ചോദിക്കാറുണ്ട്. ഇപ്പൊ പഠിച്ച എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. വോൾട്ടേജ് ലെവൽസ് ചോദിക്കാറുണ്ട്, പ്രൊപ്പഗേഷൻ ഡിലേ, പിന്നെ നോയ്സ്, ഫാനിന് ഫാൻ ഔട്ട്, നോയ്സ് മാർജിൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പവർ ഡിസിപ്പേഷൻ റെപ്രസെന്റഡ് ആസ് PD. Okay, so power dissipation is the power required by the gauge to operate with a 50% duty cycle at a specified frequency and is expressed in millivolt. Okay, so power required by the gauge to operate with a 50% duty cycle. 50% duty cycle എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഡ്യൂട്ടി സൈക്കിൾ എന്നുള്ള ടൈം കേട്ടിട്ടുണ്ടോ? ഇല്ല. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം പൾസ് വെച്ചിട്ടല്ലേ ഡിജിറ്റൽ സർക്യൂട്ടിന്റെ ഓപ്പറേഷൻ പറയുന്നത്. വർക്കിംഗ് പീരിയഡ്. ഓക്കെ, വർക്കിംഗ് പീരിയഡ് എന്ന് പറയാം. അതായത് ഇങ്ങനൊരു പൾസ് ഞാൻ വരക്കുന്നത്, ഞാൻ 2 പൾസ് കാണിക്കാം. ഇതൊരു പൾസ്, ഇത് വേറൊരു പൾസ്. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ടോട്ടൽ ടൈം പീരീഡ്. ഇതിൽ ഓൺ ടൈമും ഉണ്ട്, ഓഫ് ടൈമും ഉണ്ട്. ഓക്കെ, ഇതില് അതേപോലെ എന്താ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അല്ലെ. ഇതില് ഓൺ ടൈമും ഓഫ് ടൈമും ഉണ്ട്. പക്ഷെ ഇതിന്റെ ഡിഫറൻസ് എന്താ? നമ്മൾ ഫസ്റ്റ് കേസിൽ ഓൺ ടൈം ഈക്വൽ ടു ഓഫ് ടൈം ആണ്. അതാണ് ആക്ച്വലി 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ടി ഓൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ് ആണ്. ഓർ ടോട്ടൽ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടി ഓൺ പ്ലസ് ടി ഓഫ്, അത് ഇൻറ്റു പെർസെൻറ്റേജ് ഇൻറ്റു 100 ചെയ്തിട്ട് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ഡ്യൂട്ടി സൈക്കിൾ. അപ്പോൾ ഇവിടെ ടി ഓൺ ഈക്വൽ ടു ടി ഓഫ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടി ഓൺ ഡിവൈഡഡ് ബൈ ടി ഓൺ പ്ലസ് ടി ഓഫ് എന്ന് പറഞ്ഞാൽ 1/2 കിട്ടും. ദാറ്റ് വിൽ ബി 50%. ഓക്കെ, ഇപ്പൊ ഈ കേസിലാണെങ്കിൽ, ഈ കേസിൽ ഞാൻ പറയാണ് ടോട്ടൽ ടൈം പീരീഡ് ഒരു 10 മില്ലി സെക്കൻഡ്സ് ആണ്. അതിൽ 1 മില്ലി സെക്കൻഡ് ഓൺ ടൈമും 9 മില്ലി സെക്കൻഡ് ഓഫ് ആണ്. അങ്ങനെയാണെങ്കിൽ 10% ആയിരിക്കും ഡ്യൂട്ടി സൈക്കിൾ. മനസ്സിലായ? ഇപ്പൊ ഇതിലാണെങ്കിൽ ഇത് ടോട്ടൽ 1 മില്ലി സെക്കൻഡ് ആണെങ്കിൽ ഇത് 0.5 മില്ലി സെക്കൻഡ് ആണ്, ഇതും 0.5 മില്ലി സെക്കൻഡ് ആണ്. മീൻസ് ഈക്വൽ ആണ്. സോ അതാണ് എന്ത് പറയുന്നത്? 50% ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ കേസിലാണെങ്കിൽ എന്താണ് വരുന്നത്? 1 മില്ലി സെക്കൻഡ് 9 മില്ലി സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 10% ആണ് ഡ്യൂട്ടി സൈക്കിൾ. ഡ്യൂട്ടി സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഓൺ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം പീരീഡ്, ദാറ്റ് ഈസ് ഓൺ പ്ലസ് ഓഫ്, ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്. ഓക്കെ, സോ ടി ഓൺ ഈക്വൽ ടു ടി ഓഫ് ആണെങ്കിലാണ് 50% പറയുന്നത്. സോ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ലോജിക് ഗേറ്റിന്റെ കേസിൽ എന്താണ് ഈ 50% ഡ്യൂട്ടി സൈക്കിൾ സിഗ്നലിന്റെ കേസാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഡ്യൂട്ടി സൈക്കിൾ എന്ന് മാത്രം മനസ്സിലായോ?
സോ അങ്ങനെ ഒരു പൾസ് 50% ഡ്യൂട്ടി സൈക്കിളിലെ പൾസ് വെച്ചിട്ടാണ് നമ്മൾ ആക്ച്വലി ഒരു ഗേറ്റിന്റെ പവർ ഡിസിപ്പേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ദ പവർ റിക്വയർഡ് ബൈ ദ ഗേറ്റ് ടു ഓപ്പറേറ്റ് വിത്ത് 50% ഡ്യൂട്ടി സൈക്കിൾ at a specified frequency is called the power dissipation, and we are expressing it in milliwatt. That is നമ്മുടെ ഗേറ്റിൻ്റെത് milliwatt റേഞ്ചിലാണ് ഉണ്ടാവുക. ഇനി the expression for power dissipation, നിങ്ങൾക്ക് പവറിന്റെ എക്സ്പ്രഷൻ അറിയാലോ, പവർ is equal to വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് അല്ലെ, V into I, that is the power. Okay, so here we can take VCC into ICC average. സിംപ്ലി നിങ്ങൾ ഓർത്താൽ മതി, പവർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, വി ഇൻറ്റു ഐ അല്ലെ, ഇതാണ് നമ്മുടെ പവറിന് നിങ്ങൾ പഠിച്ച ഇക്വേഷൻ. ഇവിടെയും സെയിം ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു ടേം വന്നതിന്റെ റീസൺ പറയാം. ICC ആവറേജ് ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാല് നമ്മളിപ്പം പവർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയാം, ലോജിക് ഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ ഗേറ്റ് ഇൻഡിവിജ്വൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല അല്ലെ. നിങ്ങളിപ്പോ ലാബിൽ യൂസ് ചെയ്ത ഒരു IC, ഒരു ആൻഡ് ഗേറ്റിന്റെ IC ആണെങ്കിൽ അതിനകത്ത് 4 ഗേറ്റ്സ് ഉണ്ട് അല്ലെ, നോട്ട് ഗേറ്റ് ആണെങ്കിൽ 6 ഗേറ്റ്സ് ഉണ്ട്. അപ്പൊ ആക്ച്വലി നമുക്ക് ടോട്ടൽ പവർ ഡ്രോൺ ബൈ എ പെർട്ടിക്കുലർ IC മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആ IC ഡ്രോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ICക്ക് അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, അത് ഡ്രോ ചെയ്യുന്ന കറണ്ട്, ആ വോൾട്ടേജും കറണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യാം, ടോട്ടൽ പവർ ഡ്രോൺ ബൈ എൻ IC കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ ICC average means this average current drawn from the supply by the IC. ഓക്കെ, അതും ICC average എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ നമുക്ക് ഹൈ ലെവൽ when all gates are in high state, അതേപോലെ all gates low state ആയിരിക്കുമ്പോൾ ഡ്രോ ചെയ്യുന്ന കറണ്ടിന്റെ വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനകത്തുള്ള എല്ലാ ഗേറ്റ്സും ഹൈ സ്റ്റേറ്റ് ആണെങ്കിൽ ഡ്രോ ചെയ്യുന്ന കറണ്ട് ആണ് ICCH എന്ന് പറയുന്നത്. അതായത് ഒരു ICക്ക് അകത്തുള്ള ഒരു ICക്ക് അകത്ത് നമ്പർ ഓഫ് ഗേറ്റ്സ് ഉണ്ടാവും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ നമ്പർ ഓഫ് എല്ലാ ഗേറ്റ്സും ഹൈ സ്റ്റേറ്റിലാണെങ്കിൽ ഡ്രോ ചെയ്യുന്ന കറണ്ട് ICCH, ആൻഡ് ലോ സ്റ്റേറ്റിലാണെങ്കിൽ ഡ്രോ ചെയ്യുന്ന കറണ്ട് ICCL. ഓക്കെ, സോ അതിന്റെ ആവറേജ് വാല്യൂ അപ്പൊ നമ്മൾ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ if all the gates are in high state, what is the current? That is ICCH. And all the gates are at low state ആണെങ്കിൽ ഡ്രോ ചെയ്യുന്ന current, that is ICCL. And average of these two currents is taken as ICC average. So ICC average ആണ് ICCH plus ICCL divided by 2. Okay, so ഈ ICC average എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് ഡ്രോൺ ബൈ എൻ IC ആണ്. ഓക്കെ, അപ്പൊ ആ ICക്ക് അകത്തുള്ള എല്ലാ ഗേറ്റ്സും ലോജിക് 1-ലാണെങ്കിൽ ഡ്രോ ചെയ്യുന്ന കറണ്ട്, ലോജിക് 0-ലാണെങ്കിൽ ഡ്രോ ചെയ്യുന്ന കറണ്ട്, അതിന്റെ ആവറേജ് വാല്യൂ, ദാറ്റ് ഇസ് ദ കറന്റ് ഡ്രോൺ ബൈ എൻ IC. ഓക്കെ, സോ ICC ആവറേജ് മീൻസ് ആവറേജ് കറന്റ് ഡ്രോൺ ഫ്രം ദ സപ്ലൈ ബൈ ദ IC, ദാറ്റ് ഇസ് ICC ആവറേജ്. അപ്പൊ ആക്ച്വലി VCC ഇൻറ്റു ICC ആവറേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പവർ ഡിസിപ്പേഷൻ ഓഫ് ദ IC ആണ്. ഓക്കെ, നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് പവർ ഡിസിപ്പേഷൻ ഓഫ് എ ഗേറ്റ് ആണ്. ഓക്കെ, അപ്പൊ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഗേറ്റ്സ് ഇൻ ദ IC. സോ വി ക്യാൻ ഡിവൈഡ് ദാറ്റ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ n ടു ഗെറ്റ് ദ പവർ ഡിസിപ്പേഷൻ അക്രോസ് എ സിംഗിൾ ഗേറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. സിംപ്ലി പവർ ഡിസിപ്പേഷൻ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. പവർ എന്ന് പറഞ്ഞാൽ V ഇൻറ്റു I ആണ് അല്ലെ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ VCC ഇൻറ്റു ICC ആവറേജ് എന്ന് പറഞ്ഞാൽ പവർ ഡിസിപ്പേഷൻ അക്രോസ് ദ IC, where this ICC average is the average current drawn from the supply by the IC. അതിന് എന്തുണ്ടാവും, ഹൈ സ്റ്റേറ്റ് ആകുമ്പോൾ ഡ്രോ ചെയ്യുന്ന കറണ്ടിന്റെയും ലോ സ്റ്റേറ്റ് ആകുമ്പോൾ അതായത് ആ ICക്ക് അകത്തുള്ള എല്ലാ ഗേറ്റ്സും ഹൈ സ്റ്റേറ്റ് ആകുമ്പോൾ ഡ്രോ ചെയ്യുന്ന കറണ്ടും ലോ സ്റ്റേറ്റ് ആകുമ്പോൾ ഡ്രോ ചെയ്യുന്ന കറണ്ടിന്റെയും ആവറേജ് വാല്യൂ ആണ് ICC ആവറേജ്. Okay, then ICC average into VCC is the power drawn by the IC, and we can define the power dissipation across the gate. For that, we have to divide this power dissipation by IC divided by n, where n is the number of gates in the IC. Okay, so power dissipation is VCC into ICC average divided by n, where n is the number of gates in the IC. Clear ആണോ പവർ ഡിസിപ്പേഷൻ? യൂഷ്വലി ഇതും സ്മോൾ വാല്യൂ ആയിരിക്കും, മില്ലി വാട്ട് ആയിരിക്കും. ഓക്കെ, then last final one more characteristics is that speed power product. അതിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ
that is the product of, that indicates the product of speed and power. സ്പീഡ് എന്ന് പറയുന്ന പാരാമീറ്ററിന് പകരം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് പ്രൊപ്പഗേഷൻ ഡിലേ അല്ലെ. ഡിലേ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, സ്പീഡ് ഡിക്രീസ് ചെയ്യും. ഓക്കെ, സോ for the speed power product we are calculating, we are multiplying the gate propagation delay by the gate power dissipation. Actually this speed power product is the figure of merit of an IC family. Figure of merit എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പോണന്റിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ. അതിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്ന, കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ അതിന്റെ ക്വാളിറ്റി തന്നെ, അതിന്റെ ക്വാളിറ്റി നോക്കുന്ന ഒരു പാരാമീറ്റർ ആണ് ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ ഓരോ ഡിവൈസിനും ഓരോരോ പാരാമീറ്റർ ആയിരിക്കും. ട്രാൻസിസ്റ്ററിന് ഒരു ഫിഗർ ഓഫ് മെറിറ്റ് ഉണ്ട്. നിങ്ങളുടെ കപ്പാസിറ്ററിന്റെ, ഫോർ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് കപ്പാസിറ്ററിന്റെ ഫംഗ്ഷൻ അറിയാം. കപ്പാസിറ്റർ എനർജി സ്റ്റോറേജ് ഡിവൈസ് ആണ്. അപ്പൊ അതിന്റെ എനർജി സ്റ്റോറേജ് എത്രമാത്രം അതിന് എനർജി സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഫിഗർ ഓഫ് മെറിറ്റ്, ക്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ ഓരോ കമ്പോണൻസിനും എന്തുണ്ട്, ഫിഗർ ഓഫ് മെറിറ്റ് ഉണ്ടാവും. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് അതിന്റെ അത്രമാത്രം സാധനം ക്വാളിറ്റി ഉള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഐസിന്റെ കേസിൽ, ഐസി ഫാമിലീസിന്റെ കേസിൽ ദാറ്റ് ഫിഗർ ഓഫ് മെറിറ്റ് ഇസ് സ്പീഡ് പവർ പ്രൊഡക്റ്റ്. അപ്പൊ സ്പീഡ് പവർ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ പെർഫോമൻസ്, ആ ഒരു പെർട്ടിക്കുലർ ഐസി ഫാമിലിന്റെ പെർഫോമൻസ് ബെറ്റർ ആണോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഒരു ഐസി വാങ്ങുമ്പോൾ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും. അതിന്റെ സ്പീഡ് പവർ പ്രൊഡക്റ്റ് നോക്കിയിട്ടാണ് ഓവറോൾ പെർഫോമൻസ് ബെറ്റർ ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, so that quantity is called a figure of merit. So figure of merit of an IC family is speed power product, and that term is, that value is obtained by multiplying the gate propagation delay by the gate power dissipation, that is TPD into PD. Okay, and if the product is small, that means better overall performance. പ്രൊഡക്റ്റ് സ്മോൾ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് അനുസരിക്കുക, പ്രൊപ്പഗേഷൻ പ്രൊഡക്റ്റ് സ്മോൾ ആവണമെങ്കിൽ രണ്ട് ടേമും ലോ വാല്യൂ ആയിരിക്കണം. സോ പ്രൊപ്പഗേഷൻ ഡിലേ സ്മോൾ വാല്യൂ മീൻസ് ഹൈ സ്പീഡ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പവർ ഡിസിപ്പേഷൻ സ്മോൾ വാല്യൂ മീൻസ് ലെസ് പവർ ആണ് ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ലെസ് പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്നു, ഹൈ സ്പീഡ് പെർഫോമൻസും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന്റെ പ്രൊഡക്റ്റിന്റെ ഐസിന്റെ പെർഫോമൻസ് വിൽ ബി ഗുഡ്. സോ സ്പീഡ് പവർ പ്രൊഡക്റ്റ് എപ്പോഴും ഏറ്റവും ലെസ് ആയിരിക്കുന്നതാണ് നമുക്ക് എന്ത് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു സ്പീഡ് പവർ പ്രൊഡക്റ്റ് പിന്നെ അത് എക്സ്പ്രസ് ചെയ്യുന്നത് എനർജിന്റെ യൂണിറ്റിലാണ്, ദാറ്റ് ഈസ് പൈക്കോ ജൂൾസ് ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ഒരു 0.1 പൈക്കോ ജൂൾസ് ഉള്ള ഒരു ഐ സി ഉണ്ട്, 0.5 ഉള്ളത് ഉണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താണ്, 0.1 പൈക്കോ ജൂൾസ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ സ്പീഡ് പവർ പ്രൊഡക്റ്റ് ലെസ് ആയിരിക്കും, 0.5 എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. എന്ന് വെച്ചാൽ എന്താണ്, പെർഫോമൻസ് വൈസ് ഈ ലോ വാല്യൂ ഉള്ളതായിരിക്കും ബെറ്റർ പെർഫോമൻസ് തരുക. ദാറ്റ് മീൻസ് ഈ ലോ വാല്യൂ ഉള്ളതിനാണ് എന്ത് വരുന്നത്, പ്രൊപ്പഗേഷൻ ഡിലേ കുറവായിരിക്കും. പ്രൊപ്പഗേഷൻ ഡിലേ കുറയാന്ന് വെച്ചാൽ സ്പീഡ് വിൽ ബി മോർ. അതുപോലെ പവർ ഡിസിപ്പേഷനും ലെസ് ആയിരിക്കും. സോ ദ സ്മോളർ ദ പ്രൊഡക്റ്റ് ബെറ്റർ ദ ഓവറോൾ പെർഫോമൻസ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലോജിക് ഫാമിലീസ്. ഡെഫിനിഷൻസ് എല്ലാവരും നോട്ട് ചെയ്തിട്ടില്ലേ? നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.